ഇതിന് ട്രൈ ആക്കാൻ പുതിയൊരു പുഡിങ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ് ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ചൈന ഗ്രാസോ ജലാറ്റിനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്കൊരു സോസ് പാൻ സ്റ്റൗവിൽ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് നേരിയ സേമിയ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ഇത് കുറച്ചൊരു വലിയ സേമിയാണ്. ഇതിലും നേരിയ സേമിയ, കുനാഫഡോ പോലത്തെ സേമിയൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുനാഫഡോ എടുത്താലും മതി. അപ്പോൾ അതുപോലത്തെ അത്രയും നേരിയ സേമിയ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ പുഡിങ് പോലെ കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് കിടക്കുമ്പോൾ ഒരുപാട് കട്ടി ഉണ്ടാകുമ്പോൾ കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് നേരിയ സേമിയ എടുക്കാൻ പറഞ്ഞത്. അത് നന്നായിട്ട് വറുത്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര, 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കാരമലാക്കി എടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ അത് കട്ടിയായിട്ട് വരും. അത് ഒന്നങ്ങ് തിളച്ച് വരുമ്പോൾ അതെല്ലാം ഒന്ന് മെൽറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ അതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഈ കാരമലിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് അതൊന്ന് തിക്കായിട്ട് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടില്ലാതെ കലക്കിയെടുക്കുക. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട, പിന്നെ അടിക്ക് പിടിക്കണമൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ വലിയ ബബിൾസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതിലാണോ പുഡിങ് സെറ്റ് ചെയ്തെന്ന് ആ ഒരു ട്രേ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ഈ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അരികവശം കളഞ്ഞിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുക. ഞാൻ 4 സ്ലൈസ് ബ്രെഡാട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ആ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിലൊന്ന് കുറച്ചൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ 50-50 വല്ല സാൾട്ടി ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 50-50 ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മിൽക്ക് മിക്സ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റായതിന് ശേഷം നമുക്കിതാ മുകളിൽ വീണ്ടും സേമിയം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രിഡ്ജിലൊരു 4 മണിക്കൂറൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിച്ചാൽ സംഭവം അടിപൊളിയാണ്. മുകളിലൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടും ഉള്ളിൽ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയറും ബ്രെഡിൻ്റെ ലെയറും ഒക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പോരാത്തതിന് ആ ഒരു കാരമലിൻ്റെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്